നമസ്കാരം. കൊല്ലവർഷം 1199 മകരം കുംഭം മാസങ്ങൾ ചേർന്നതാണ് 2024 ഫെബ്രുവരി. മകരം 18 ഫെബ്രുവരി 1 തീയതി വരും. ഫെബ്രുവരി 29 കുംഭം 9 തീയതിയാകുന്നു. താരതമ്യേന ചെറിയ മാസമാണ് ഫെബ്രുവരി. 4 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന അതിവർഷം ഈ ആണ്ട് വരുന്നതിനാൽ ഫെബ്രുവരി 28 ദിവസങ്ങളല്ല, മറിച്ച് 29 ദിവസങ്ങളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ മാസത്തിൽ ആദിത്യൻ മകരം, കുംഭം എന്നീ രാശികളിലും തിരുവോണം, അവിട്ടം, ചതയം എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്നതാകുന്നു. ഫെബ്രുവരി 1 ചിത്തിര നക്ഷത്രവുമാകുന്നു. ഫെബ്രുവരി 29 ആകുമ്പോൾ ചന്ദ്രൻ ഒരു വട്ടം രാശിചക്രഭ്രമണം പൂർത്തിയാക്കി വീണ്ടും ചിത്തിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുമാകുന്നു. കൃഷ്ണപക്ഷ ഷഷ്ടിയിൽ തുടങ്ങി കൃഷ്ണപക്ഷ പഞ്ചമി വരെയുള്ള തിഥികളിലാണ് ഫെബ്രുവരി വരുന്നത്. 9 കറുത്തവാവും 24 വെളുത്തവാവും സംഭവിക്കുന്നതുമാകുന്നു. ഫെബ്രുവരി 1 ബുധൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും ഫെബ്രുവരി 20 അവിടെ നിന്നും കുംഭം രാശിയിലേക്കും സംക്രമിക്കുന്നതാകുന്നു. ഫെബ്രുവരി 11 മുതൽ ബുധന് മൗഢ്യം സംഭവിക്കുന്നുമുണ്ട്. ചൊവ്വ ഫെബ്രുവരി 5 ഉച്ചരാശിയായ മകരത്തിൽ പ്രവേശിക്കുന്നതുമാണ്. ശുക്രനും ഫെബ്രുവരി 11 മകരത്തിലേക്ക് സംക്രമിക്കുന്നതാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ, പ്രത്യേകിച്ചും വീട്, കാറ്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നത് ആശ്വാസകരം തന്നെയാകുന്നു. സൂര്യന്റെ 10-11 ഭാവങ്ങളിലെ സഞ്ചാരത്താൽ ഔദ്യോഗിക രംഗം ഏറ്റവും ശോഭനമായി തന്നെ തീരും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു. അതിൽ പ്രധാനമായും വീട്, വാഹനം, അതേപോലെ സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ ഇഷ്ട ജോലി പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരമാണ്. അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ, ലോണിന് വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ പോലും വീടുമായി ബന്ധപ്പെട്ട് അത്തരം ലോണുകൾക്കും വാഹനങ്ങളുടെ ലോണുകൾക്കും സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ആഗ്രഹിച്ച ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം പെട്ടെന്ന് വർദ്ധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ വീട്, വസ്തു എന്നീ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് അനുകൂലമായ സമയമാകുന്നു. അതേപോലെ തന്നെ വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. അതേപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി നേടുവാനും ജോലി മാറി മറ്റൊരു ഉയർന്ന ജോലി നേടുവാനും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഗൃഹം മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള വായ്പാ സഹായങ്ങൾ ലഭിക്കും. അതേപോലെ തന്നെ വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുവേണ്ടിയുള്ള ലോണിന്റെ ശ്രമങ്ങൾ, വായ്പയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതിനാൽ വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നങ്ങൾ ഉള്ളവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വീട് പണി നടക്കുന്നുണ്ട് എങ്കിൽ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ വാഹനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ
വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഉയർന്ന ജോലി ലഭിക്കുകയോ വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ, ജോലി മാറുവാനുള്ള അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഫെബ്രുവരി മാസം. ഈ സമയം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്ഥാനോന്നതി ലഭിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യുന്ന മാസമാകുന്നു. വീട്, സ്ഥലം എന്നീ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വീട് പണിയുവാനോ അല്ലെങ്കിൽ വീട് വാങ്ങുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വാഹനം വിൽക്കുകയോ അല്ലെങ്കിൽ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതായത് ആഗ്രഹിക്കുന്ന ജോലി നേടുക, നിലവിലുള്ള ജോലി കളഞ്ഞ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് മറ്റൊരു ഉയർന്ന ജോലി ലഭിക്കുക, ജോലി മാറാനുള്ള അവസരം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. തീർച്ചയായും ഫെബ്രുവരി മാസത്തിൽ ശുഭകരമായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. സൂര്യൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ 11ാം ഭാവത്തിലെ സഞ്ചാരത്താൽ നിങ്ങൾക്ക് ശുഭകരമായ അനുഭവങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ശത്രുക്കളെ പോലും വിജയിക്കുവാൻ, അവർക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കും. ഭൂമിയിൽ നിന്നും ആദായം വന്നു ചേരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ജോലി ലഭിക്കുക, നിലവിലെ ജോലി മാറി ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിൽക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം വാഹനം സ്വന്തമാക്കുന്നതിനോടൊപ്പം ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇത്. ഈ മാസം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന് തന്നെയാണ് ഫലം.